തമിഴ്നാട്ടിലാണ് ഉള്ളത്. കേരളത്തിന്റെ ഭാഗമായിരുന്ന പഴയ തിരുവിതാംകൂറിലെ നാഞ്ചിനാട് ഒരുപാട് നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വാഴ കൃഷിയാണ്. നെൽകൃഷി ഉണ്ടായിരുന്നപ്പോഴേ ഇവിടെ പാടങ്ങൾക്ക് നടുവിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഇപ്പോഴും ആ ക്ഷേത്രമുണ്ട്. അയ്യപ്പനും ശാസ്താവും മലയാളിയുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ്. പുലിപ്പുറത്തും കുതിരപ്പുറത്തുമാണ് അയ്യപ്പൻ. ഇങ്ങ് കന്യാകുമാരിയിൽ പത്മനാഭപുരത്തെത്തിയാൽ ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവിനെ കണ്ടു വണങ്ങാം. ആനശാസ്താ ക്ഷേത്രം എന്ന പേര് പോലെ തന്നെ ഇവിടെ എത്തിയാൽ എവിടെ തിരിഞ്ഞാലും ആനയുടെ രൂപങ്ങളാണ്. സ്വയംഭൂവാണ് ഭഗവാൻ. വർഷത്തേക്ക് ഒരു നെൽമണി ഉയരുന്നതായിട്ടാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ആനപ്പുറത്ത് ശാസ്താവ് ഇരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. പക്ഷെ ആന വന്നിട്ട് ഭഗവാനെ ചുമർന്നിട്ട് എഴിക്കാൻ മൂവ് ചെയ്യുന്ന ആ ഒരു പൊസിഷനാണ്. ഇവിടെ എന്നും നിത്യപൂജ ഉണ്ട്. രാവിലെ 6 മുതൽ 9 വരെ പോറ്റി ഉണ്ടായിരിക്കും. പണ്ട് ഇവിടെ കൃഷിപ്പാടങ്ങളായിരുന്നു. മുമ്പേ ഇവിടെ ആനകൾ വേളിമലയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്ന് കൃഷിനാശങ്ങൾ കൊണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആനകൾ വന്ന് കൃഷികളെ ഒന്നും നശിപ്പിക്കാതിരിക്കണം, ആനശാസ്താവായിട്ട് പൂജിച്ചോളാം എന്ന് ആണ് ഭഗവാനെ കാണുന്നത്. പത്തനാപുരം കൊട്ടാരത്തിനോട് വളരെ അടുത്തുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഇവിടെ കാണുന്ന ആനകളെല്ലാം തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചിരിക്കുന്നതാണ്. 1008 ആനകളാണ് സമർപ്പിച്ചത്. അതിനു പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ പഴമക്കാർക്ക് പറയാനുണ്ട്. 500 വർഷമെങ്കിലും പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. പണ്ടുകാലം മുതലേ സ്വയംഭൂവായ ശാസ്താവിന്റെ പ്രതിഷ്ഠയെ ഭക്തർ പൂജിച്ചു വന്നു. പത്മനാഭപുരം കൊട്ടാരത്തിനടുത്തുള്ള ആനശാസ്താവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ മാർത്താണ്ഡവർമ്മ ഒരിക്കൽ അന്വേഷിച്ചു വന്നു. ഇതാണ് ആനശാസ്താ ക്ഷേത്രമെന്ന് പറഞ്ഞ പൂജാരിയോട് മഹാരാജാവ് പരിഹാസത്തോടെ ചോദിച്ചു, വിളിച്ചാൽ ആന വരുമോ എന്ന്. അന്ന് രാത്രി ആന സ്വപ്നത്തിൽ രാജാവിനെ ഓടിച്ചു. ക്ഷമാപണം തേടി ആനശാസ്താവിന് മുന്നിലെത്തിയ രാജാവ് ക്ഷേത്രത്തിൽ 1008 കല്ലാനകളെ സമർപ്പിച്ചു. ഓരോന്നും ഓരോ വലിപ്പവും ഓരോ മുഖത്തിൻ്റെ ഐശ്വര്യം തന്നെ ഓരോ ഒന്നിനും ഭാവവ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ചിലതിൽ ഇതാ കണ്ടല്ലേ മണി, തുമ്പിക്കൈയുടെ രൂപം. ഇതിൽ ഓരോ ആനകളുടെ ജീവിതത്തിൽ എന്തൊക്കെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുമോ അന്നത്തെ മേനി കല്ലുകൊണ്ടിൽ ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കയറുന്ന കവാടത്തിൻ്റെ 2 വശത്തായി 2 ആനകളുണ്ട്. ഈ ആനകളിൽ ഒരു ആനയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നതായി കാണാം. ഒരിക്കൽ അത് ദേവപ്രശ്നം വെച്ച് നോക്കുമ്പം ഈ ഇടതുവശത്തിരിക്കുന്ന ആനയ്ക്ക് ആന രാത്രി ഇവിടെയൊക്കെ ഇറങ്ങി നടക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് പരിഹാരമായിട്ട് അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചിട്ടുണ്ട്, നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ കൊമ്പ് ഒടിച്ചതിന് ശേഷം അത് അങ്ങനെ ഇറങ്ങി നടക്കണില്ല എന്നുള്ളതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പം കാലപ്പഴക്കം കൊണ്ട് ഒരു ഓടം നശിച്ചു പോയിട്ടുണ്ട്, ഒരു ഓടം മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 460ഓളം ആനകളുണ്ട്. പണ്ട് ഇത് പാറയായിരുന്നു. അവിടെ നിന്നൊക്കെ മണ്ണൊക്കെ അരിച്ച് വന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ പോയിരിക്കും. ഇപ്പോൾ അവശേഷിക്കുന്നവയെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചരിത്ര ആത്മീയ പ്രാധാന്യമുള്ളവയുമാണ്. അതുകൊണ്ട് തന്നെ പൗരാണിക മൂല്യമുള്ളവ ഇവയെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. ക്യാമറമാൻ സജുമാറിനൊപ്പം പത്മനാഭപുരത്തുനിന്ന് പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.